ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയി മാറിയതാണ് കേട്ടോ. നമുക്ക് നിണ്ടിക്കാക്കാൻ്റെ സൗദിൻ്റെ വീട്ടിൽ നമുക്കൊരു ഇവൻറ്റ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ നമ്മളോട് 2 ദിവസം മുമ്പ് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഇവൻറ്റ് പാർട്ടി മിസ്സാക്കിയിട്ടുണ്ട്, നമുക്കത് ഒഴിവാക്കിയിട്ടുണ്ട്. കാര്യം സാജിത്താക്ക് തൊണ്ടയിൽ കിച്ച് അതായത് നല്ല ചുമ ഉണ്ടായിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗദിയുടെ വീട്ടിലേക്കൊന്നും പോകണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ പോയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ സൗദിൻ്റെ വീട്ടിലേക്ക് മുമ്പ് പോയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അവർ ഫുഡ് വരുമ്പോൾ നമ്മൾ ജെൻസ് വേറെയും ലേഡീസ് വേറെ ആയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഓരോ വീട്ടിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ നാട്ടിലത്തെ പോലെ ഒരുപോലെയല്ല കേട്ടോ. ഒരേപോലെ മൊത്തത്തിൽ നമുക്ക് അങ്ങനെയല്ല. ഇനി ഞങ്ങൾ ലേഡീസ് വേറെ ഒരു സ്ഥലത്തും പിന്നെ റിയാസ്ക്കൊക്കെ വേറെ സ്ഥലത്ത് തന്നെ നമുക്ക് ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളാ എന്താ പറയുക, ആ ഒരു ഇവൻറ്റ് പാർട്ടി നമുക്ക് മിസ്സായി പോയാലും ടെൻഷനൊന്നുമില്ല. കാര്യം ഈ ഒരു ധീര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ അബായ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് അബായ കളക്ഷൻ കണ്ടിട്ട് ഏതെടുക്കണം എന്നുള്ള ഒരു ഡൗട്ട്സ് ഉണ്ടായിനി. അപ്പോൾ ഞാനിതുപോലെ ഒരു കോട്ടൺ ക്ലോത്തിലുള്ളൊരു ഫ്രോക്ക് കണ്ടിട്ടുണ്ടായി കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്, പക്ഷെ നല്ല ഭംഗി ഉണ്ടായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിനി. എന്നാലും നമ്മളിത് എടുത്തിട്ടില്ല. കാര്യം ഇതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ പിന്നെ കട്ട് ചെയ്ത് വരും. നമുക്കിത് ഷേപ്പാക്കുമ്പോൾ ഒക്കെ നമുക്ക് ആ ഒരു ഷേപ്പ് മാറിപ്പോകും കേട്ടോ. നമ്മളെ ഒരു ലെവൽക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മോഡൽ മാറിപ്പോവും. അപ്പം നമ്മളത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ അബായ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് വെറൈറ്റി കളക്ഷൻ നമ്മൾ കാണുമ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഏതായാലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാൻഡ് ബാഗ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഇതിൻ്റെ ഈ ബാഗിൻ്റെ തുണി നല്ല തുണിയാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും നല്ല റേറ്റും ഉണ്ട്. സിമ്പിൾ മോഡലായിട്ടുള്ളൊരു ബാഗ് ഞാൻ കണ്ടിട്ടുണ്ടായിന്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായി കേട്ടോ. നല്ല റേറ്റ് ഉണ്ട് നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. ഇവിടെ തന്നെയാണ് ബാഗിന്. പക്ഷേ നല്ല ക്ലോത്ത് ഇവിടെയാണ് കേട്ടോ. ബാഗിൻ്റെയൊക്കെ ക്ലോത്ത് അടിപൊളിയായിട്ടുള്ള നല്ല സെറ്റപ്പിൽ ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മളെ നാട്ടിൽ ഇതുപോലത്തെയൊക്കെ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ലുലുവിൽ പോകാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ലുലുവിൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ മുഴുവനായി തന്നെ കണ്ടു നോക്കി. സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടോ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണ്ടേ. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് കേട്ടോ ഇവിടുത്തെ വാട്ടർ ടാങ്ക്. വലിയൊരു വാട്ടർ ടാങ്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊരു നമ്മളെ നാട്ടിലെ കൂണ് പോലെ അല്ലേ തോന്നണില്ലേ, നമ്മളെ നാട്ടിലത്തെ കൂണ് പോലെ തോന്നുന്ന ഒരു വാട്ടർ ടാങ്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലുലുവിലെത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബാസ്കിൻ റോബിൻസ് ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് ഐസ്ക്രീം കഴിക്കാതെ ആരും പോരൂല കേട്ടോ. നല്ല ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേവറേറ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് മാംഗോ ഐസ്ക്രീമാണ് കേട്ടോ. കാരമൽ മിക്സ് ആക്കിയിട്ടുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. നമ്മളെ ഫേവറേറ്റ് ആണ്. മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റിൽ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. റസ്ല ഹോം മാംഗോ ഐസ്ക്രീം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. വേണമെങ്കിൽ നമ്മളെ ചാനലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയോ. അപ്പോൾ ഇതിൽ കാരമലും കൂടി മിക്സ് ചെയ്തിട്ട് അടിപൊളി ഫ്ലേവർ തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക്
കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നോക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ കുറച്ച് വെജീസ് അങ്ങനത്തെ ഒക്കെ വാങ്ങാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബ്രൈഡൽ ലുക്കിന് വേണ്ടിയിട്ടുള്ള നല്ല എന്താ പറയുക, ഈ ഒരു ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നാട്ടിലത്തെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ്. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി ഒരു സെൽഫിയോ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വരും എൻ്റെ എത്താത്താരിൻ്റെ കൂടെ പിന്നാലെ ഓടി വരും കേട്ടോ. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ നമ്മളൊരു വീക്ക്നെസ്സാണ് ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ വരിക. മാഷാ അല്ലാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ നമുക്ക് എന്താ പറയുക, ഇവിടെ ലുലുവിൽ വരുമ്പോൾ മുമ്പൊരു ഓർമ്മ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിയാസ് ഖാൻ്റെ കൂടെ സൗദിയിലായിരുന്നപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ ലുലുവിൽ കയറി. അന്ന് എല്ലാവരും അബായ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അലൗഡ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് ചുരിദാർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ കാണൂല. ഇനി മൊത്തത്തിൽ എല്ലാവരും അബായ ആയതുകൊണ്ട് ഒരു സൗദി ടീമിൻ്റെ ഒപ്പം നമ്മളെ ഫീന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ മാറിപ്പോയതാണ്. ഒരു സെക്കൻഡ് നമ്മളെ കണ്ണ് തെറ്റിയ പോക്ക് വേറെ ടീമിൻ്റെ പോൾ പോയി. എല്ലാവരും ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവൾക്ക് ആൾ മാറിപ്പോയിട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ കുക്കുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ടൈമിൽ നമ്മളിത് കാണുമ്പോൾ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ. ഞാൻ ലുലു അങ്ങനെ സൂപ്പർ മാർക്കറ്റൊന്നും മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല ഇനി. അപ്പോൾ നമ്മൾ അന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് ഒരു എക്സ്പ്രഷനിൽ 2 സെക്കൻഡ് കുട്ടീനെ ഒന്ന് മാറിപ്പോയിട്ടോ. ഞാൻ ഓളിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന്. അപ്പോൾ ഓള് നമ്മളെ തൊട്ടടുത്തുള്ള ടീമിൻ്റെ അപ്പോൾ മാറിപ്പോയിട്ടോ. അപ്പോൾ ഈ സെക്ഷന് മാറിപ്പോയതുകൊണ്ട് ആകെ ഞാനും ടെൻഷനായി, കുട്ടിയാകെ പേടിച്ചു. അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എത്താതാനോട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ മറക്കൂലല്ലോ. അപ്പോൾ എനിക്കല്ലിങ്ങനെ വേഗം അങ്ങനെ ടെൻഷനാവും കേട്ടോ. കുട്ടികളൊക്കെ മിസ്സായി പോകുമോ എന്നുള്ള പേടി ആദ്യം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് സെക്കൻഡ് തെറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് കണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അബായ അങ്ങനെ മൊത്തത്തിലാവുമ്പോൾ നമ്മൾ മാറിപ്പോകില്ലേ. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ. പല കളർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെജീസ് ഫ്രൂട്ട്സൊക്കെ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിനി. എന്താ അങ്ങനെ ഞങ്ങളവിടുന്ന് പിന്നെ എന്താ പേടിക്കാനൊന്നുമില്ല. കാര്യം CCTV അതുപോലത്തെ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുട്ടികളെ മിസ്സായി പോകുമൊന്നുമില്ല. കിട്ടും, എന്നാലും കുറച്ച് നേരം നമുക്കൊരു നമ്മളാകെ ഡൗൺ ആയി പോകും. അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇവൻറ്റ് പാർട്ടിക്ക് എൻ്റെ ആൻറ്റിൻ്റെ മോനാണ് കേട്ടോ, ഫായിസും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ കൂടി പോകാമെന്ന് എഴുതിയിട്ട് സെറ്റാക്കിയത് തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ചെല്ലണില്ലാന്ന് നമ്മൾ പോകണില്ലാന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ള മട്ടനാണ് കേട്ടോ. ഇത് മുഴുവൻ ഒരു മട്ടന് മുഴുവൻ കേട്ടോ, ഒരു ആടിൻ്റെ. അപ്പോൾ അത് മുഴുവൻ നമുക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട്. മാഷാ അല്ലാ. നമുക്ക് വേണ്ടി പാർട്ടി ഒരുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ആ ഒരു ആടിനെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി. മാഷാ അല്ലാ, നമുക്ക് വേണ്ടി ആ സൗദി കൊടുത്ത് വിട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മട്ടൻ്റെ ബീഫ് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടില്ല, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിനി. ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് കുബൂസും അന്നേ ദിവസം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പത്തിരിയും കുബൂസും സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടായിനി. അതും കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്രേവി മസാല റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് മട്ടൻ വെച്ചിട്ട്. റെസിപ്പി മുഴുവനായി ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു മട്ടൻ വെച്ചിട്ട് ഐറ്റംസ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മട്ടൻ ഗ്രേവി മസാലയ്ക്ക് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ, കറിവേപ്പില, മല്ലിയില, പിന്നെ സ്പൈസസ് ആയിട്ട് നമ്മളെ എന്താ മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി നമ്മൾ കുറച്ചധികം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രം. ഒരു കളറിന് വേണ്ടി കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഇത്തിരി ഇട്ടിട്ടുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ മട്ടനിലേക്കൊക്കെ കുരുമുളകാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ബ്ലാക്ക് പെപ്പർ പൗഡർ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ വൈറ്റും ഒക്കെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അധികം തന്നെ ഇടണം കേട്ടോ. പിന്നെ എന്താ അതിലേക്ക് ഇട്ടിട്ടുള്ളത്, അങ്ങനെ വലിയ ജീരകവും
ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് നമ്മളെ ആൻറ്റിൻ്റെ മോനായ ഫായിസുണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒത്തിരി നേരമായിട്ടുണ്ടായിന് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്. വലൈക്കും സലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.